ഹലോ ഗൈസ്, ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്ത ദിവസമാണ്. അപ്പൊ ഞാനും നാശിയും കൂടി എങ്ങോട്ടേലും പോകാമെന്ന് വെച്ചിട്ട് വെറുതെ ഇറങ്ങുകയാണ്. നെക്സ്റ്റ് പോകാന്നുള്ള ചെറിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വർത്താനം പറഞ്ഞ് നടന്നപ്പോൾ പ്ലാൻ എല്ലാം മാറി. മാനന്തവാടി പോകാന്നായി. അങ്ങനെ ഞങ്ങൾ മാനന്തവാടിക്കുള്ള ബസ് കയറി. ബസ്സിലാണ് ഒടുക്കത്തെ തിരക്കും ഒടുക്കത്തെ സ്പീഡും. അങ്ങനെ ഫൈനലി എനിക്കൊരു സീറ്റ് കിട്ടി. എനിക്ക് ഫ്രണ്ടിലും ഓക്ക് ബാക്ക്. തിരക്കെല്ലാം ഏകദേശം ഒന്ന് കുറഞ്ഞപ്പോൾ ഫ്രണ്ടിൽ 2 സീറ്റ് ഒഴിവ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി. അങ്ങനെ ബസ്സിൽ ഇറങ്ങി ഞങ്ങൾ നടന്നത് ആ പാർക്കിന്റെ അടുത്തെത്തി. അങ്ങനെ 2 ടിക്കറ്റ് എടുത്ത് ഞാൻ ഉള്ളിലോട്ട്. അതിന്റെ അടുത്ത് ഒരു സെക്യൂരിറ്റി ചേട്ടൻ എന്റെ അടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് ഒരു ഓട്ടോയൊക്കെ ആക്കി തന്നെ. എന്തിനാ ഓട്ടോ ആക്കിയെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ വാങ്ങി നടന്നു. പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കാല് മാറി മാറി പിടിച്ചാലേ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ എന്താണെന്നറിയില്ല, ജോലി ഉള്ളതുകൊണ്ടാണോ കുറച്ച് വയസ്സായതുകൊണ്ടാണോ എന്നറിയില്ല, വീട്ടിൽ നിന്ന് വേഗം വിടാറുണ്ട്. ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടാൻ പറ്റുമെന്ന് കാണിച്ചതാണ് നാജി. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ഒരു സൈഡിലായിട്ട് ഒരു കയറെല്ലാം കെട്ടിയിട്ട് അങ്ങോട്ട് പോവാതിരിക്കാനാണ് കയർ കെട്ടിയെന്ന് അറിഞ്ഞിട്ടും അപ്പുറത്ത് എന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഇപ്പുറത്ത് കൂടെ വേറെ വൈക്കൂടെ കയറിപ്പോ ഞാൻ ഞങ്ങളേക്ക് കാണുന്നത്. അങ്ങോട്ട് കയറിയപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ. അത് കണ്ട് നാജി ഇങ്ങോട്ട് ഓടി വന്നു. അത് കണ്ട് ഞാനും തിരിച്ചങ്ങോട്ട് ഓടി. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി നോക്കി. അയാൾ പോയതിനു ശേഷം പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ലടോ. പിന്നെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഊഞ്ഞാല. ഇനി എന്തായാലും കുറച്ചൊരു ഊഞ്ഞാലാടാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കയറി. കുറച്ചിട്ട് ഞങ്ങൾ 2 ഊഞ്ഞാലിലൊക്കെ അടി. പെട്ടെന്ന് എന്റെ കണ്ണിൽ അത് വിട്ട്. എന്താണെന്നറിയോ, ഇത് ശരിക്കും അത് കയറാൻ വളരെ ചെറിയ മക്കളതാന്നൊക്കെ അറിയാം. പക്ഷെ കയറാനുള്ള പൂതി കൊണ്ട് ഞങ്ങൾ രണ്ടും കയറി. കയറിയതിന് ശേഷം തൊട്ടപ്പുറത്ത് ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഇരിക്കുന്ന കണ്ട. പക്ഷെ ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് കയറി. എന്റെ ഈ ചിരിയാണ് നിങ്ങൾ ആരും പഠിക്കേണ്ട. ആദ്യമായിട്ട് ഇതിനകത്ത് കയറിയ എന്റെ സന്തോഷമാണ്. അതിന് ഊരി ഇറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്ത് അതിനേക്കാളും വലിയൊരു സാധനം കണ്ടത്. പിന്നെ ഞാൻ എന്നാച്ചി ഒന്നും നോക്കില്ല, അതിനകത്ത് മല്ലിട്ട് കയറി. നോട്ട് പോയിന്റ് ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണ് കയറിയത്. ഏറ്റവും ടോപ്പ് പോയിട്ട് ഊരി ഇറങ്ങുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിനകത്ത് കയറണം, ഇതിനകത്ത് മല്ലിപ്പിടിച്ച് കയറണം. ഇതിൽ കുട്ടികൾ കയറുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് എങ്ങനെ കുട്ടികൾ കയറുന്നെന്ന് മനസ്സിലായിക്കില്ല. ഇതിനാച്ചിനും ചെറുത്തിലെ പോരെന്ന് ഇങ്ങനെ കൊണ്ടുപോക്കില്ലേനും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ കയറുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. രണ്ടാമത്തെ വട്ടം അങ്ങനെ ഞങ്ങൾ 2 വട്ടം കയറി ഇറങ്ങി കളിച്ചു. പിന്നെ ഞങ്ങൾ കളിക്കുന്ന ആവേശത്തിൽ കാലം എവിടെയോ തട്ടി തൊലി അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചേരം ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു. അപ്പോഴാണ് മുളയിലൊക്കെ ഇങ്ങനെ എഴുതിയത് കണ്ട്. കപ്പിൾസിന്റെ പേരാണ്. ഞങ്ങൾ കുറെ വായിച്ചൊക്കെ 5 മണിക്കുള്ളിൽ പോരെ കയറേണ്ടതുകൊണ്ട് പെട്ടെന്ന് വേറെ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി. നാജീന്റെ അനിയൻ ഒരു ബെൽറ്റ്, നാജിക്ക് ഒരു ചെരുപ്പ്, എനിക്ക് കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാനും ഉണ്ടായിരുന്നു. ആദ്യം തന്നെ പോയി നാജീന്റെ അനിയൻ ഒരു ബെൽറ്റ് വാങ്ങി. പിന്നെ ഞാനും നാജിയും കൂടെ കുറെ കാലത്തിന് ശേഷം കോളേജിലേക്ക് പോയി. അങ്ങനെ കോളേജിൽ നിന്ന് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വേഗം ബസ് കയറി. കാരണം ഇപ്പം തന്നെ 4:30 കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പനമരം വന്നിറങ്ങി. നാജിക്ക് ഒരു ചെരുപ്പ് എടുത്ത് ഞാൻ തിരിച്ചു വീട്ടിൽ. അപ്പൊ ഇത്രയുള്ള ഗൈസ്, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ ബൈ.